ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് പോലെ തന്നെ മോർണിംഗിൽ വലിയ ഫ്ലക്ച്വേഷൻ ആയിരുന്നു. നമുക്ക് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ടെങ്കിലും തിരിച്ച് കയറിയിട്ടാണ് മാർക്കറ്റ് ഇറങ്ങുന്നത്. വലിയ ഫ്ലക്ച്വേഷൻ ആയിരുന്നു. അപ്പോൾ പ്രീമിയത്തിൽ എടുത്തവർക്കൊക്കെ നമുക്ക് നല്ലൊരു ലോസ് നമുക്ക് വന്നിട്ടുണ്ടാകണം മോർണിംഗിൽ. പക്ഷെ നമ്മുടെ സോഫ്റ്റ് അവിടെ നമുക്ക് സൈഡ് വേസ് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ 12:30 ശേഷം നമുക്ക് മാർക്കറ്റ് സ്ട്രോങ് ബുള്ളിഷ് ആയിട്ട് പോയി. നമുക്ക് നോക്കുകയാണെങ്കിൽ 205 ഇപ്പം 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് റീ എൻട്രിയും നമുക്ക് ഹിറ്റ് ചെയ്ത് 3 ടാർഗറ്റും നമുക്ക് അവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് കാണിച്ചിരിക്കുന്ന ബൈൻ്റെ ഇൻഡിക്കേഷനാണ് നമുക്ക് അവിടെ മോർണിംഗിൽ നമുക്ക് മെയിലിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിഗ്നൽ കൺഫേംഡ് ആയിരുന്നു. ഓൾറെഡി നേരത്തെ ബൈ ഉണ്ടായിരുന്നു. അവിടെ സിഗ്നൽ റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ ബൈ കിട്ടിയത്. അവിടെ ധൈര്യമായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. അവിടെ നിന്ന് നമുക്ക് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മോർണിംഗിൽ നമുക്ക് തന്ന സിഗ്നൽസ് സെല്ല് വന്നെങ്കിൽ കൺഫേം ആയിട്ടില്ല. തിരിച്ച് പിന്നെ കൺഫേം ആയി വന്നപ്പോൾ റിവേഴ്സും പോയി. അപ്പോൾ അവിടെ എക്സ്ട്രാ കളർ അവിടെ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു അപ് ട്രെൻഡും ചെറിയൊരു ഡൗണും സ്കാൽപ്പിങ്ങിൽ നമുക്ക് മിനിറ്റ് വയസ്സിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാമായിരുന്നു. അപ്പോൾ അതിൻ്റെ 22,700 കോളിൻ്റെ പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് സിഗ്നൽ 12:25 അതിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റിനും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 114 പോയിന്റുള്ള അപ് ട്രെൻഡിലാണ്.